ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ 1.5 വർഷത്തോളമായി തുറക്കാതിരുന്ന പ്രധാന കാണിക്കവഞ്ചികൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ചു കാലമായി നിലനിൽക്കുന്ന നിയമ തടസ്സം കാരണം 20 മാസമായി ഓച്ചിറയിലെ കാണിക്കവഞ്ചി തുറന്നിരുന്നില്ല. ഇത്രയും കാലം തുറക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും ഭീമമായ തുക കാണിക്ക ഇനത്തിൽ ഓച്ചിറ അമ്പലത്തിൽ ലഭിച്ചത്. കുറച്ചു കാലമായി നിലനിൽക്കുന്ന നിയമ തടസ്സം കാരണം 20 മാസമായി ഓച്ചിറയിലെ കാണിക്കവഞ്ചി തുറന്നിരുന്നില്ല. ഇത്രയും കാലം തുറക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും ഭീമമായ തുക കാണിക്ക ഇനത്തിൽ ഓച്ചിറ അമ്പലത്തിൽ ലഭിച്ചത്. ഏകദേശം 3 കോടിയോളം രൂപ കാണിക്ക വഞ്ചിക്കുള്ളിൽ നിന്നും ലഭിച്ചതായാണ് അധികൃതർ അറിയിച്ചത്. ഇതുകൂടാതെ വിവിധ വഞ്ചികളിൽ നിന്നായി സ്വർണവും വെള്ളിയും കാണിക്കയായി ലഭിച്ചു. ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണന്റെ ഉത്തരവാദിത്തത്തിൽ വഞ്ചികളിൽ നിന്ന് ലഭിച്ച പണം വിവിധ ബാങ്കുകളിൽ നിക്ഷേപിച്ചു. നിയമകുരുക്കിൽപ്പെട്ട് 2023 ഏപ്രിലാണ് അവസാനമായി കാണിക്ക വഞ്ചികൾ തുറന്നത്. പഴയതും പുതിയതുമായ ദേശീയപാതയോട് ചേർന്നുള്ള കാണിക്ക വഞ്ചികൾ, ഗണപതി ആൽത്തറയിലെ കാണിക്ക വഞ്ചികൾ, അന്നദാന മന്ദിരത്തിന് മുന്നിലെ നിത്യ അന്നദാന വഞ്ചി, കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രധാന ആൽത്തറകളിലെ 4 വശങ്ങളിലുമുള്ള വഞ്ചികൾ, കിഴക്ക് പനയാൽ തറയിലെ വഞ്ചികൾ, നാഗരാജ വിഗ്രഹത്തിനു മുന്നിലുള്ള വഞ്ചികൾ തുടങ്ങിയവയിൽ നിന്നാണ് പണമെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായത്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്ററെ സഹായിക്കാനായി നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി MS മോഹൻ ചന്ദ്രൻ, അഭിഭാഷകൻ S രമണൻ പിള്ള എന്നിവരുടെ നേതൃത്വത്തിലാണ് കാണിക്ക വഞ്ചികൾ തുറന്നത്. ഇതൊക്കെയാണ് ക്ഷേത്ര സന്നിധിയിലെ കാണിക്ക വഞ്ചികൾ തുറന്നപ്പോഴുള്ള വിശേഷങ്ങൾ. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അഞ്ജന വിനോദ്, യോഗനാഥം ന്യൂസ്, ഓച്ചിറ.